യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 19ാമത്തെ ആഴ്ച, ഞായറാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 41 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങളാണ്. ജീവന്റെ അപ്പത്തെപ്പറ്റി പറയുന്ന ഒരു വചനഭാഗമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഒരു വചനഭാഗം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഏകപുത്രനാണ്, ജീവന്റെ അപ്പമാണ് എന്ന് നമ്മളോടൊക്കെ സത്യമായിട്ട് വചനത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. യേശുവിൻ്റെ ജനന സമയത്ത് യേശുക്രിസ്തു ജനിച്ചു വീഴുന്നത് തന്നെ പുൽത്തൊട്ടിലാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുക, യേശു കന്നുകാലികൾക്ക് ഭക്ഷണം നൽകുന്ന ആ ഒരു പാത്രത്തിലാണ് ജനിക്കുന്നത്. അതുതന്നെ ഒരു അപ്പമായി മാറിയതിൻ്റെ ഒരു സൂചനയാണ്. ഇന്നിവിടെ വായനയിലൂടെ ക്രിസ്തുനാഥൻ ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറയുമ്പോൾ പോലും ക്രിസ്തുനാഥൻ പറയുന്ന ആ ഒരു വാക്കുകൾ, എൻ്റെ ശരീരം ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുമെന്ന യാഥാർത്ഥ്യത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഏലിയ പ്രവാചകൻ, ഒന്നാമത്തെ വായനയിലൂടെ ഏലിയ പ്രവാചകൻ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം, മരുഭൂമിയിൽ വച്ച് ആ വഴി നടന്നു നീങ്ങുവാനായിട്ട് ക്ഷീണിതനായി കിടന്നുറങ്ങുന്ന ഏലിയ പ്രവാചകനോട് കർത്താവ് പറയുന്ന വാക്കുകളാണ്, നീ അത് ഭക്ഷിക്കുക, നിന്റെ യാത്ര മുന്നോട്ട് പോകുവാനായിട്ട് നിനക്ക് സാധിക്കുമെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ, എൻ്റെ ജീവിതയാത്രയിൽ മുന്നോട്ട് നീങ്ങുവാനായിട്ട് എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു അപ്പമാണ് ജീവന്റെ അപ്പം. അത് ക്രിസ്തുനാഥൻ തന്നെയാണ്. ക്രിസ്തുനാഥൻ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണം എന്നതാണ് യാഥാർത്ഥ്യം. ദൈവം തൻ്റെ ഏക പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ ശരീരമായി മാറുവാൻ വേണ്ടിയിട്ടാണ്. സ്നേഹം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ആ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലേക്കാണ് കടന്നു വന്നത്. ക്രിസ്തുനാഥൻ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പത്തിൻ്റെ രൂപത്തിൽ ക്രിസ്തുനാഥൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ പോലും ക്രിസ്തു ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്, ആ സ്നേഹം എൻ്റെ ഉള്ളിൽ നിലനിൽക്കുക എന്നത്. ജീവന്റെ അപ്പത്തെ പറ്റി പറയുമ്പോൾ, ജീവന്റെ അപ്പം, അപ്പത്തിൻ്റെ രൂപത്തിൽ കുർബാനയിലൂടെ ക്രിസ്തുനാഥൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗീയ ഭവനത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈ അപ്പം നിങ്ങൾ കരുതി വയ്ക്കുക എന്നാണ്. കുർബാന അറിയപ്പെടുന്നത് തന്നെ തിരുപാതയം എന്നാണ്. പാതയം എന്ന് പറയുമ്പോൾ യാത്രയ്ക്ക് പോകുമ്പോഴുള്ള പൊതിച്ചോറാണ്. തിരുപാതയം എന്ന് പറയുമ്പോൾ സ്വർഗീയ ഭവനത്തിലേക്ക് എൻ്റെ യാത്രയിൽ ഞാൻ കൊണ്ടുപോകേണ്ട ഭക്ഷണ പദാർത്ഥമാണ്. ക്രിസ്തു ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന ഈ ഒരു അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാനും കൊണ്ട് നടക്കേണ്ടതുണ്ട്. ഓരോ വിലയിൽ കുർബാനയിൽ പങ്കുകൊണ്ട് ക്രിസ്തുനാഥനെ സ്വീകരിക്കുമ്പോൾ ഞാനും ഒരു സക്രാരിയായി മാറുകയാണ്. ഞാൻ എൻ്റെ സക്രാരിയാകുന്ന എന്നെ തന്നെ യേശുവിനെ ചുമന്നുകൊണ്ട് ഞാൻ നടന്നു നീങ്ങുകയാണ്. ആ നടന്നു നീങ്ങുന്ന വഴികളിൽ അവിടത്തെ കാണുവാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കണമെന്നതാണ് യാഥാർത്ഥ്യം. എൻ്റെ ഉള്ളിൽ ക്രിസ്തുനാഥൻ കടന്നു വരുമ്പോൾ ഞാൻ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറണമെന്നതാണ് സത്യം. അതാണ് ജീവന്റെ അപ്പം എന്ന് പറയുക. ജീവന്റെ അപ്പം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ മറ്റൊരു അപ്പമായിട്ട് മാറണം. എല്ലാവർക്കും സഹായമരുളുന്ന, എല്ലാവർക്കും അവരവരുടേതായ വിശപ്പകറ്റുന്ന ഒരു അപ്പമായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപരനെ സ്നേഹിക്കുവാനും പാവപ്പെട്ടവരെയൊക്കെ കാണുമ്പോൾ നന്മ ചെയ്യുവാനും നമുക്ക് സാധിക്കണം. അതാണ് ജീവന്റെ അപ്പം എന്ന് പറയുക. ക്രിസ്തുനാഥൻ നമുക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഞാനും നിങ്ങളും ആ ക്രിസ്തുനാഥനെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും ജീവന്റെ അപ്പമായിട്ട് മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.